നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. ശൂരനാട് വിമുക്ത ഭടനും ഭാര്യയ്ക്കും പരിക്കേറ്റു. കവിളിൻ്റെ ഇടത്തെ സൈഡിൽ പുറത്ത്, പിന്നെ വയറിൻ്റെ പുക്കിളിൻ്റെ പുറത്തായിട്ട് ബ്രസ്റ്റിൽ ഇവിടെ എല്ലാം ഇടികട്ടം ഉണ്ടായി ഇടിച്ചേക്കും. ഉത്സവം കണ്ട് മടങ്ങിയ ദമ്പതികളെ 10ഓളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു. കൊല്ലം മടത്തറയിൽ സംഘർഷം. കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. സാമ്പത്തിക ഇടപാടും മുൻവൈരാഗ്യവും സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി. വാടിപ്പള്ളിക്ക് സമീപമായിരിക്കും ആംബുലൻസ് പാർക്ക് ചെയ്യുക. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ വിമുക്ത ഭടനും ഭാര്യയ്ക്കും പരിക്കേറ്റു. ശൂരനാട്ടാണ് സംഭവം. ഉത്സവം കണ്ട് മടങ്ങിയ ദമ്പതികളെ 10ഓളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ വാഹനവും തല്ലിത്തകർത്തു. ഉത്സവം കണ്ടു മടങ്ങിയ വിമുക്ത ഭടനും ഭാര്യയ്ക്കുമാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. ശൂരനാട് തെക്ക് ഇരവിച്ചിറ നടുവിൽ ആരതി ഭവനിൽ ശിവകുമാർ, ഭാര്യ രജനി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 18 രാത്രി ശൂരനാട് കോമളവല്ലീശ്വരം ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് തിരികെ വരുമ്പോൾ വീടിന് മുന്നിലെ റോഡിൽ നിന്ന അക്രമി സംഘം ശിവകുമാറിന്റെ ബൈക്ക് കടത്തിവിടാൻ തയ്യാറായില്ല. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. 10ഓളം പേർ ചേർന്ന് കുടുംബത്തെ കമ്പിവടിയും ഇടിക്കട്ടയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ബൈക്ക് അടിച്ചു തകർത്തു. തലയ്ക്കും താടിയലിനും പരിക്കേറ്റ ശിവകുമാറും വിരലുകൾ തകർന്ന നിലയിൽ രജനിയും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടിൽ വന്നിട്ട് ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകുക. അപ്പോൾ പിറ്റേ ദിവസം 6 മണിയാകുമ്പോഴത്തേന് ഇദ്ദേഹം ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് പിന്നെ നേരത്തെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരിക. അപ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് വഴക്ക് വേണ്ട, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ട് എടുക്കുകയും ഇവർ വണ്ടി തെള്ളിയിട്ടാണോ ചവിട്ടിയിട്ടാണോ ഞങ്ങൾക്കറിയത്തില്ല. വണ്ടി മറിഞ്ഞ് എന്തായാലും വണ്ടി കുഞ്ഞമ്മ ബൈക്കിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വീണ് ഞങ്ങൾ രണ്ടുപേരും വണ്ടി മറിഞ്ഞ് വണ്ടിയുടെ പുറത്തോട്ട് വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര അടിയാണ് നടന്നത്. ഇദ്ദേഹത്തെ ചവിട്ടാൻ വന്ന ചവിട്ട് എൻ്റെ പുറത്ത് ചവിട്ടി, എൻ്റെ റൈറ്റ് കാലിൻ്റെ ഇവിടെ ഇങ്ങനെ ചവിട്ടി, പുറത്ത് ചവിട്ട് കിട്ടി. കമ്പി ടെമ്പോയ്ക്ക് എടുത്തുകൊണ്ട് വന്നാൽ തലയിൽ അടിച്ച് അങ്ങനെ ബാക്കിൽ 4 സ്റ്റിച്ചുള്ളത്. പിന്നെ എന്ത് വെച്ചൊക്കെ അടിച്ചത് എനിക്കറിയത്തില്ല. പുള്ളിക്കാരനെ ദേഹത്ത് അടി കൊള്ളണ്ടെന്ന് ചെയ്തിട്ട് പുള്ളിക്കാരനെ ഞാൻ കെട്ടിപ്പിടിച്ചത്. പുള്ളിക്കാരൻ തിരിച്ചൊന്നും ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല. കണ്ടാൽ എനിക്ക് ആ പയ്യനെ അറിയാം. ആ ഇടികൊട്ടം ഉണ്ടെന്ന് കവിളിൻ്റെ ഇടത്തെ സൈഡിൽ പുറത്ത്, പിന്നെ വയറിൻ്റെ പുക്കിളിൻ്റെ പുറത്തായിട്ട് ബ്രസ്റ്റിൽ ഇവിടെ എല്ലാം ഇടികട്ടം ഉണ്ടായി ഇടിച്ചേക്കുന്നത്. ഇടിച്ച് പിന്നെ അവിടുന്ന് തല എല്ലാം ബ്ലഡായി. ഞങ്ങളെ ഒരാളെ പിടിച്ച് അവിടെ ഒരു വീട്ടിൽ കാറ് കിടന്ന് കാറിനകത്ത് ഞങ്ങളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി ശൂരനാട് പോലീസ് പറഞ്ഞു. പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ പതിവാണെന്നും കുടുംബത്തെ ആക്രമിച്ച കേസിൽ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്നും KPMS പതാരം 3214 നമ്പർ TV സെന്റർ ശാഖ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ പക്കാട ഓച്ചിറയിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ്, പോഷകാഹാര പ്രദർശനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. വനിതാ ശിശു വികസന വകുപ്പിന്റെ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പോഷൻ പക്കോട 2024 ഓച്ചിറ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഷെർലി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ടി രാജീവ്, ദീപ്തി രവീന്ദ്രൻ, മധു മാവൂരിൽ, ശ്രീലത, BDO സക്കീർ ഹുസൈൻ, ഷിബില തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ രശ്മി രാജ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. DA ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. KPSTയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. അധ്യാപകർക്കും ജീവനക്കാർക്കും നിലവിൽ 21% DA കുടിശ്ശികയുള്ളപ്പോൾ കേവലം 2% DA മാത്രം അനുവദിക്കുകയും അതിന്റെ കുടിശ്ശിക നൽകാതിരിക്കുകയും ചെയ്ത നടപടിക്കെതിരെ KPSTA കരുനാഗപ്പള്ളി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും DA ഉത്തരവ് കത്തിച്ച് പ്രതിഷേധവും നടത്തിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് അനീസ് അധ്യക്ഷത വഹിച്ചു. വിനോദ് പിച്ചിനാട്, ബിനോയ് ആർ കൽപ്പകം, K ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിനീർ പന്തൽ ആരംഭിച്ചു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാണ് കുടിനീർ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. PTAയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് PTAയുടെ നേതൃത്വത്തിൽ കുടിനീർ പന്തൽ ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു. കുടിനീർ പന്തലിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ S സുനിൽചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ചു. ഷാമില അനിമോൻ മുഖ്യ അതിഥിയായിരുന്നു. നിഷാദ് പടിപ്പുര, അജുകുമാർ, മുജീബ്, നജീബ്, സജികുമാർ, സീമ ശ്രീകുമാർ,
റോഷന തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്ത വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഓരോ സംഘടനയിൽ ഓരോ മേഖലയിലും നടന്നു വരുന്നത്. ഈ ചൂട് അകറ്റുന്നതിനായിട്ട് ഒരു സംവിധാനം ആ തരത്തിലാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം തന്നെ ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസകരമാകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള തണ്ണീർ പന്തൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ PTA നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിജീവിക്കുന്നതിന് എക്സാം കഴിഞ്ഞിറങ്ങുന്ന 2.5 മണിക്കൂർ എക്സാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരാശ്വാസമായിട്ട് പുതിയ PTA ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു സംഭവമാണ് തണ്ണീർ പന്തൽ. വേനലിന് ഒരു ആശ്വാസം എന്നാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളും ഈ പരിപാടി നടത്തുന്നതായിരിക്കും. ഈ ചൂട് സമയത്താണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത്. SLC +2 പരീക്ഷകൾ നടന്നു വരികയാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് ഒട്ടാകെ സർക്കാർ പറഞ്ഞത് പ്രകാരമുള്ള തണ്ണീർത്തടപ്പന്തൽ നമ്മുടെ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പുതിയ PTA നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം മടത്തറയിൽ സംഘർഷം. കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സാമ്പത്തിക ഇടപാടും മുൻവൈരാഗ്യവുമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. മടത്തറ മേരേമുക്ക് സ്വദേശികളായ അജിനും സുഹൃത്തുക്കളും ആറ്റിന് സമീപം സംഘർഷ സമയമുണ്ടായിരുന്നു. തുടർന്ന് ഇരുകൂട്ടരും അവിടെ വെല്ലുവിളിയും അസഭ്യ വർഷവും നടത്തി. അശ്വിനും അജിന്റെ ജ്യേഷ്ഠൻ അരുണുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു ബസ്സിലെ ജീവനക്കാരാണ്. മാല പണയപ്പെടുത്തിയാണ് അശ്വിൻ അരുണിന് പണം നൽകിയിരുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും മാല തിരിച്ചെടുത്ത് നൽകാത്തതിനെ ചൊല്ലി തർക്കം നടക്കുകയും പിന്നീട് മാല തിരിച്ചെടുത്ത് നൽകുകയും ചെയ്തു. ഇവർ തമ്മിൽ നിലനിന്നിരുന്ന വിഷയങ്ങളാണ് അടിപിടിയിൽ കലാശിക്കാൻ കാരണമായത്. തടസ്സം പിടിക്കാനെത്തിയ അശ്വിനെയും അമ്മയെയും സംഘം മർദ്ദിച്ചെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ അശ്വിന്റെ അമ്മ ചിതറ പോലീസിൽ പരാതി നൽകി. ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സയും തേടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. LDF കരുനാഗപ്പള്ളി നോർത്ത് മേഖലാ കൺവെൻഷൻ നടന്നു. ജനതാദൾ സെക്കുലർ ജില്ലാ പ്രസിഡന്റ് CK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ മനക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു LDF കരുനാഗപ്പള്ളി നോർത്ത് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്. ജനതാദൾ സെക്കുലർ ജില്ലാ പ്രസിഡന്റ് CK ഗോപി തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നെഹ്റുവിനെ പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് അംഗീകാരമുള്ള പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു ഷേഖ് അബ്ദുള്ള. പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ളയും എല്ലാം തന്നെ ആ മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. എന്താ ഇവിടെ വിഷയം? 25 ആകുമ്പോൾ, ഈ 2025 ആകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. നരേന്ദ്രമോദിയൊന്നും അല്ല ഭരിക്കുന്നത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മോഹൻ ഭഗത് എന്ന് പറയുന്ന നാഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള RSSന്റെ തലവൻ മോഹൻ ഭഗത്. അഡ്വക്കേറ്റ് B മനു സ്വാഗതം പറഞ്ഞു. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ, സൂസൻ കോടി, PK ബാലചന്ദ്രൻ, B ഗോപൻ, കോട്ടയിൽ രാജു, C കണ്ണൻ, അബ്ദുൽ സലാം അൽഹന, ഡോക്ടർ KG മോഹൻദാസ്, സദാനന്ദൻ കരിമ്പാലിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF തഴവ പടിഞ്ഞാറ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF തഴവ പടിഞ്ഞാറ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ. ആ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത്. അപ്പോൾ ആ മുന്നണിയെ തറപറ്റിക്കണം. ജാതിയും മതവും ആ ജാതിക്കും മതത്തിനും അതീതമായി ഒരു വലിയ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ആ സംസ്കാരത്തെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഗതൻ പിള്ള അധ്യക്ഷത വഹിച്ചു. V വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, S ശ്രീലത, കടത്തൂർ മൻസൂർ, അഡ്വക്കേറ്റ് P ശിവപ്രസാദ്, തഴവ സത്യൻ, സുധീഷ്, വിശ്വവത്സലൻ, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണം കായംകുളം കാക്കനാട്ട് നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണമാണ് കായംകുളം കാക്കനാട്ട് നടത്തിയത്. CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി സുപ്രീം കോടതിയെ വിമർശിക്കാൻ ശ്രീകൃഷ്ണനെ കോട്ട് ചെയ്തു. അതായത് ഇവരെല്ലാം കോട്ട് ചെയ്യുന്നത് ദൈവങ്ങളെ. ഈ ദൈവങ്ങളാണെങ്കിൽ, ഈ കൃഷ്ണനാണെങ്കിൽ ഒരു സംഭവാമി യുഗയാണ്. തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ വരേണ്ട സമയമായി. ഇപ്പൊ സഹിക്കാത്ത തെറ്റ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കോടതി വിധി ഇങ്ങനെ വല്ലരും നല്ലതുപോലെ കാശ്
ഏതെങ്കിലും പാർട്ടിക്ക് കൊടുത്താൽ അതെങ്ങനെ അഴിമതിയാവും? നരേന്ദ്രമോദിയാണെങ്കിൽ അഴിമതിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു നടക്കുന്നയാളാണ്. ലോകത്തിൽ എവിടെയും ഇപ്പം പണ്ട് ഈ ഇഡി ബിഡി ഒന്നും ആളുകൾ അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ ഇഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ അഴിമതിയും തുടച്ച് തൂത്ത് വൃത്തിയാക്കാൻ നടക്കുന്നയാള്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കുറിച്ചാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ജനാധിപത്യത്തെ നശിപ്പിക്കുമെന്ന്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KG സന്തോഷ്, R ഗിരിജ, കായംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി A ഷിജി, N സുകുമാരപിള്ള, മണി വിശ്വനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളി. അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്തിക്കോട് പാറവിള കോമളം റോഡിലെ ചെറുതോട്ടിലേക്കാണ് മാലിന്യം തള്ളിയത്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇരുട്ടിൻ്റെ മറവിൽ അഞ്ചലിലുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഈ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ശുചിമുറി മാലിന്യം തള്ളിയ വാഹനം പിടികൂടാനുള്ള ശ്രമം അഞ്ചൽ പോലീസ് ആരംഭിച്ചു. നദീതടങ്ങളിലും തോട്ടിൻകരകളിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും ശുചിമുറി മാലിന്യം തള്ളുന്നത് ജില്ലയിൽ പലയിടത്തും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ഈ മാർച്ച് മാസം 19-ാം തീയതി രാത്രി നേരം വെളുക്കുന്നതിനകം ഒരു ലോഡ് കൊണ്ട് തോട്ടിൽ തട്ടിയിട്ട് പോയി. ഇന്നലെ 20-ാം തീയതി രാത്രി 2 മണിക്ക് ശേഷം 2 ലോഡ് കക്കൂസ് മാലിന്യം ഈ റോഡിലും തോട്ടിലുമായി തള്ളിയിട്ട് പോയ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ജീവസംരക്ഷണത്തിനായി വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി. കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാടിപ്പള്ളിക്ക് സമീപമായിരിക്കും ആംബുലൻസ് പാർക്ക് ചെയ്യുക. ഞായറാഴ്ച ബീച്ചിന് സമീപം ഉണ്ടാകും. 24 മണിക്കൂറും ആംബുലൻസ് പ്രവർത്തിക്കും. 24 മണിക്കൂറും ആംബുലൻസ് പ്രവർത്തന നിരതമായിരിക്കും. തീരദേശത്തെ ജനങ്ങൾക്ക് ആവശ്യം വന്നാൽ ആംബുലൻസിന് വേണ്ടി ഇനി കിലോമീറ്ററുകൾ പോകേണ്ട ആവശ്യമില്ലെന്നും വി കെയർ പാലിയേറ്റീവിന്റെ ഈ ഉദ്യമം തീരദേശ ജനതയോടുള്ള ഐക്യദാർഢ്യമാണെന്നും ബിഷപ്പ് പറഞ്ഞു. വി കെയറിന്റെ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ആംബുലൻസ് ഇവിടെ ആവശ്യമുള്ളവർക്ക് സഹായമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അതൊരു വലിയ സഹായമാണ് ഈ സമൂഹത്തിന്. അതിനേക്കാൾ സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ശ്രദ്ധ മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇന്നേ ദിവസം പ്രത്യേകിച്ച് കുടുംബത്തോട് കരുതൽ കാണിച്ച, തൻ്റെ കുടുംബത്തെ വളരെ കരുതലോടുകൂടി നയിച്ച വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ദിവസത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന വലിയ സന്തോഷമുണ്ട്. തീരദേശത്ത് ഇപ്പോൾ ആംബുലൻസ് സൗകര്യമില്ലാത്തതിനാൽ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണ് വി കെയർ പാലിയേറ്റീവിൻ്റേത്. അതിന് വി കെയറിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവ്യർ വലിയവീട് അധ്യക്ഷനായിരുന്നു. വാടി ഇടവക വികാരി ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി, FCDP ഡയറക്ടർ ഫാദർ ജോബി, ഫാദർ ജേക്കബ് മെൻഡസ്, വി കെയർ ട്രഷറർ ബെറ്റ്സി എഡിസൺ, വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ, ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ, റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് K ചന്ദ്രൻ, ജ്വാല വിമൻസ് പവർ ജനറൽ സെക്രട്ടറി ശാന്തിനി പ്രകാശ്, ട്രഷറർ സോജാലിൻ ഡേവിഡ് എന്നിവർ സംസാരിച്ചു. വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഒത്തിരിയേറെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുവാനും ഒത്തിരിയേറെ പേർക്ക് പല രീതിയിൽ നന്മ ചെയ്യുവാനും അത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ കൂട്ടായ്മയോടെ ഒരേ ഹൃദയത്തോടെ ഐക്യത്തോടെ ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. അതിനെ ഇതിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഭവനനാഥൻ കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ S രേഖ, മിനി മോഹൻ ബാബു, രജനി ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ E ശ്രീദേവി, R രാജേഷ്, രാധാകൃഷ്ണൻ, ലീന രാജു, P സ്വാമിനാഥൻ, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത, ചിത്രലേഖ, ICDS സൂപ്പർവൈസർ ദേവു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന്റെ കെട്ടുരുപ്പടികൾ അണിഞ്ഞൊരുങ്ങുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് കെട്ടുകാഴ്ച.
ദ്രാവിഡാചാരപ്പെരുമയിൽ പൂജാതി കർമ്മങ്ങളാൽ അനുഗ്രഹീതമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനടയിലെ ചരിത്രപ്രസിദ്ധമായ മലക്കുട മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം. 22-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4-ഓടെ ആരവങ്ങളുടെയും താളവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നെടും കുതിരകളും ചെറുതും വലുതുമായ 100 കണക്കിന് നന്ദികേശ രൂപങ്ങളും മല കയറുമ്പോൾ ആത്മസംതൃപ്തിയുടെ ആരവാഘോഷങ്ങൾക്ക് സാക്ഷിയാകുന്നത് പതിനായിരങ്ങളാണ്. അതിമനോഹരവും വിശാലവുമായ വെൺകുളം പാടശേഖരത്തെ മുരവ് കണ്ടത്തിൽ അണിനിരക്കുന്ന കെട്ടുരുപ്പടികളിൽ കണ്ട് കെട്ടുകാഴ്ച ദർശിച്ച് മലയപ്പൂപ്പൻ്റെ പ്രതിപുരുഷനായ മുഖ്യ ഊരാളി കച്ചകെട്ടി ഉറഞ്ഞുതുള്ളി എത്തുമ്പോൾ വിശ്വാസത്തിൻ്റെ ആരവങ്ങളിൽ മുഖരിതമാകുന്ന ആർപ്പുവിളികളിൽ അന്തരീക്ഷം ഭക്തിയുടെ മറ്റൊരു കാഴ്ചയാകും. പനപ്പെട്ടി, അമ്പലത്തും ഭാഗം, കമ്പലടി, പള്ളിമുറി, നടുവിലെമുറി, വടക്കേമുറി എന്നീ 6 കരകൾക്ക് വലിയ എടുപ്പുകുതിരയും ഇടയ്ക്കാട് അനന്തകരയുടെ വലിയ എടുപ്പുകാളയും വർണ്ണപ്പകിട്ട് ചാർത്തി കെട്ടിയലങ്കരിച്ച് എത്തുമ്പോൾ വിസ്മയ കാഴ്ചയാകും. ഓരോ കരകളും മത്സരിച്ചാണ് നെടുങ്കുതിരകളുടെ ഒരുക്കങ്ങളിൽ അവസാന മിനുക്കുപണികൾ തീർത്ത് മികവുറ്റതാക്കാൻ പരിശ്രമിക്കുന്നത്. 100 കണക്കിന് കെട്ടുരുപ്പടികൾ നാളെ മലയപ്പൂപ്പൻ്റെ മല ചവിട്ടും. കൊട്ടാരക്കര, പത്തനാപുരം, അടൂർ, കായംകുളം, കൊല്ലം, കരുനാഗപ്പള്ളി എന്നീ KSRTC ഡിപ്പോകളിൽ നിന്ന് മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി പെരുവിരുത്തി മലനടയിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. ശൂരനാട് വിമുക്ത ഭടനും ഭാര്യയ്ക്കും പരിക്കേറ്റു. കവിളിൻ്റെ ഇടത്തെ സൈഡിൽ പുറത്ത്, പിന്നെ വയറിൻ്റെ പുക്കിളിൻ്റെ പുറത്തായിട്ട് ബ്രസ്റ്റിൽ ഇവിടെ എല്ലാം ഇടികട്ടം ഉണ്ടായിടിച്ചേ. ഉത്സവം കണ്ട് മടങ്ങിയ ദമ്പതികളെ 10ഓളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു. കൊല്ലം മടത്തറയിൽ സംഘർഷം. കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. സാമ്പത്തിക ഇടപാടും മുൻവൈരാഗ്യവും സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി. വാടിപ്പള്ളിക്ക് സമീപമായിരിക്കും ആംബുലൻസ് പാർക്ക് ചെയ്യുക. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.